നെയ്ച്ചോർ വിശദമായ ലളിതരൂപം. ആവശ്യമുള്ള പ്രധാന കാര്യങ്ങൾ: അരി 2 കപ്പ്, വെള്ളം 4 കപ്പ്, നെയ്യ് 5 സ്പൂൺ, സവോള 4 എണ്ണം, അണ്ടിപ്പരിപ്പ്, മുന്തിരി, മസാലകൾ, ഗ്രാമ്പ്, ഏലക്ക, കറുവപ്പട്ട, പെരുംജീരകം. ഉണ്ടാക്കുന്ന വിധം: 1. വറുത്ത് മാറ്റിവെക്കുക. പാത്രത്തിൽ നെയ്യ് ചൂടാക്കി പകുതി സവോള, 2 എണ്ണം, അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്നിവ നന്നായി വറുത്ത് കോരി മാറ്റിവെക്കുക. ഇത് ചോറ് തയ്യാറായ ശേഷം അലങ്കരിക്കാനാണ്. 2. മസാല വഴറ്റുക. ബാക്കിയുള്ള നെയ്യിലേക്ക് ഗ്രാമ്പ്, ഏലക്ക, കറുവപ്പട്ട, പെരുംജീരകം എന്നിവയിട്ട് വഴറ്റുക. അതിനുശേഷം ബാക്കി സവോള 2 എണ്ണം ചേർത്ത് നന്നായി വഴറ്റുക. 3. അരി വറുക്കുക. കഴുകി വറ്റിച്ച അരി ഈ കൂട്ടിലേക്ക് ചേർത്ത് 2 മുതൽ 3 വരെ മിനിറ്റ് നന്നായി വറുക്കുക. 4. വേവിക്കുക. ഇതിലേക്ക് 4 കപ്പ് വെള്ളവും ഉപ്പും ചേർക്കുക. തിളച്ച ശേഷം തീ കുറച്ച് പാത്രം അടച്ചുവെച്ച് വേവിക്കുക. 5. അവസാന മിനുക്കുപണി. ചോറ് വെന്താൽ നേരത്തെ വറുത്തുവെച്ച സവോള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, അല്പം നെയ്യ്, മല്ലിയില എന്നിവ മുകളിലിട്ട് 5 മിനിറ്റ് അടച്ചുവെക്കുക. 2. ചിക്കൻ കറി വിശദമായ ലളിതരൂപം. ആവശ്യമുള്ള പ്രധാന കാര്യങ്ങൾ: ചിക്കൻ 1 കിലോ, സവോള 4 എണ്ണം, മസാല പേസ്റ്റ്: ഇഞ്ചി, വെളുത്തുള്ളി 1 സവോള, കറുവപ്പട്ട, പെരുംജീരകം ഇതെല്ലാം അരച്ചത്. പൊടികൾ: മഞ്ഞൾ, മുളകുപൊടി, മല്ലിപ്പൊടി, ഗരം മസാല, തക്കാളി 1 എണ്ണം. ഉണ്ടാക്കുന്ന വിധം: ഘട്ടം 1. ചിക്കൻ പാകം ചെയ്യുക. 1. അരപ്പുണ്ടാക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, 1 സവാള, കറുവപ്പട്ട, പെരുംജീരകം എന്നിവ ചേർത്ത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. 2. മസാലയിൽ വേവിക്കുക. കുക്കറിൽ എണ്ണ ചൂടാക്കി ഈ പേസ്റ്റ് വഴറ്റുക. അതിലേക്ക് മല്ലിപ്പൊടി, മുളകുപൊടി, ഗരം മസാല എന്നിവ ചേർത്ത് വീണ്ടും വഴറ്റുക. 3. ചിക്കൻ വേവ്. കഴുകിയ ചിക്കനും ഉപ്പും ചൂടുവെള്ളവും ചേർത്ത് കുക്കർ അടച്ച് 1 വിസിൽ വരുന്നതുവരെ വേവിക്കുക. ഘട്ടം 2. കറി കുറുകിച്ചെടുക്കുക. 1. വഴറ്റിയെടുക്കുക. മറ്റൊരു പാനിൽ എണ്ണ ചൂടാക്കി ബാക്കിയുള്ള നീളത്തിലരിഞ്ഞ സവോള 3 എണ്ണം, പച്ചമുളക്, കറിവേപ്പില എന്നിവ നന്നായി ബ്രൗൺ നിറം ആകുന്നതുവരെ വഴറ്റുക. 2. തക്കാളി ചേർക്കുക. തക്കാളിയും ചേർത്ത് വഴറ്റുക. 3. ചേർത്തെടുക്കുക. ഈ വഴറ്റിയ കൂട്ട് കുക്കറിൽ വെന്ത ചിക്കനിലേക്ക് ചേർക്കുക. 4. അവസാനം കറി കുറച്ചുനേരം തിളപ്പിച്ച് അവസാനം നാരങ്ങാ നീര് ചേർത്ത് വാങ്ങുക.